Hi, welcome to Enria. SSC CGL കമ്പൈൻഡ് ഗ്രാജുവൽ ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് കാണും ഈ വർഷം. അതുകൊണ്ട് ഈ വർഷം വന്നിരിക്കുന്ന വേക്കൻസി അത്രത്തോളം ഉണ്ട്. സോ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പോൾ ഈ വർഷം നമുക്കത് എഴുതിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. വേക്കൻസീസ് കൂടുതലായതുകൊണ്ട് കട്ട് ഓഫ് കുറവായിരിക്കും. ഈ വർഷം നമുക്ക് ഇത്രയും വേക്കൻസി ഉണ്ടായതുകൊണ്ട് നമ്മുടെ 2 വർഷം മുമ്പ് ഇതേപോലെ ഇതിനേക്കാൾ ഹ്യൂജ് ഒരു വേക്കൻസി വന്ന സമയത്ത് കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ വർഷവും നമുക്ക് കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തേക്കാളും കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു എക്സാം എഴുതിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഒരുപാട് വേക്കൻസി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്റിലേക്ക് കൂടി എത്തിച്ചേരാനും നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് എസ്പെഷ്യലി ഇപ്പം ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പൊക്കെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ തുടങ്ങാൻ നേരത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതാണ് നമ്മൾ ഈ ഒരു സെഷൻ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് ഒരു എന്താ പറയുക ടുവേർഡ്സ് ദി എൻഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ സ്റ്റഡി പ്ലാൻ കൂടി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ സെഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സീജണൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമുക്ക് നല്ലൊരു ഹ്യൂജ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ എക്സാമിനെ കുറിച്ച് നല്ലപോലെ അറിയുക. നോ യുവർ എക്സാം. എക്സാം നല്ലപോലെ അറിയുക. ലൈക്ക് എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്താണ്, എക്സാമിൻ്റെ ഒരു എന്തൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത്, എത്ര ക്വസ്റ്റൻ ആണ് വരുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഏരിയാസിനെ കവർ ചെയ്യാനും ടൈം മാനേജ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് തന്നെ നമ്മുടെ എക്സാമിൻ്റെ ഒരു പാറ്റേണിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ SSC CGL എക്സാം എന്ന് പറഞ്ഞാൽ 2 ടിയറിലായിട്ടാണ് നടക്കുന്നത്. എന്ന് പറയുമ്പോൾ ആദ്യമേ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ ടൈം പീരീഡിൽ ഇപ്പോഴത്തെ ടെൻറ്റേറ്റീവ് ഡേറ്റ് വെച്ച് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ടൈം പീരീഡിൽ നമ്മുടെ എക്സാമിൻ്റെ Tier 1 നടക്കും. ഈ ഒരു Tier 1 കഴിഞ്ഞ് നമുക്ക് മിക്കവാറും നവംബറിൽ റിസൾട്ട് വന്നതിന് ശേഷം ഡിസംബറിൽ Tier 2 നടക്കും. ഇവിടെ വരുന്ന വേറൊരു അഡ്വാൻറ്റേജ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 4 മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ എക്സാമിൻ്റെ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ആവും. അതിനുശേഷം പിന്നെ റിസൾട്ട് വരാൻ മേ ബി ഒരു 2 to 3 monthസിൻ്റെ അകത്ത് നമുക്ക് ഫൈനൽ റിസൾട്ട് നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കത്തില്ല. പണ്ടൊക്കെ നമുക്ക് അത് 8 മാസം 12 മാസമൊക്കെ എടുക്കുന്ന സ്ഥലത്ത് ഈവൻ അതിനേക്കാളും കൂടുതൽ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത്രയും സമയം എടുക്കത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു എക്സാം വരുന്ന സമയത്ത് നമുക്ക് 2 എക്സാംസ് മാത്രമാണ് ഇതിൽ വരുന്നത്. ആദ്യമേ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് രണ്ടാമത്തെ എക്സാമിലേക്ക് പോകും. രണ്ടാമത്തെ എക്സാമിൻ്റെ കൂടെ തന്നെ സ്കിൽ ടെസ്റ്റും നടക്കും. രണ്ടാമത്തെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് പിന്നെ ബാക്കി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇനി നമുക്കിവിടെ ഈ ഒരു എക്സാമിൻ്റെ 2 ടിയർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടിയറിൻ്റെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്കവിടെ 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. ജനറൽ ഇൻ്റലിജൻസ്, നമുക്ക് റീസണിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും. നമുക്ക് ഈ ഒരു 4 ഏരിയാസ് ആണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓരോ സെഷനിൽ നിന്നും 25 ക്വസ്റ്റ്യൻ വെച്ച് ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നത് 2 മാർക്ക് വെച്ചാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ സെഷനും വരുന്ന മാർക്ക് 50 മാർക്ക് വെച്ചാണ്. മൊത്തം 200 മാർക്കായിരിക്കും നമുക്ക് വരുന്നത്. ആൻഡ് ഈ ഫുൾ എക്സാം നമുക്ക് എഴുതാനുള്ള ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് 60 minutes ആണ്. നമുക്ക് ഈ ഒരു 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു ടൈം മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ Tier 1 എക്സാം നടക്കുന്നത്. ഇനി Tier 1 എക്സാം ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന അടുത്ത Tier 2 നമ്മൾ രണ്ടാമത്തെ എക്സാം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എക്സാം രണ്ടാമത്തെ എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഇപ്പോഴും തൊട്ടേ കൊണ്ടുപോകേണ്ടതാണ്. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ നവംബറിൽ റിസൾട്ട് വന്നിട്ട് ഡിസംബറിൽ നമ്മൾ Tier 2 നടക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു 20 ദിവസമോ 30 ദിവസത്തിൻ്റെ അകത്ത് നമുക്കത് പ്രിപ്പയർ ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ അതിനെക്കുറിച്ച് അറിയുക, നേരത്തെ അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആ Tier 2 എക്സാമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നമുക്കത് 2 സെക്ഷനിലായിട്ടും കുറേ സെക്ഷൻസിലൊക്കെ ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ സെഷൻ 1 ഉണ്ട്. 2.25 മണിക്കൂറുടെയാണ് സെഷൻ 1. എന്താണ് 2.25 മണിക്കൂറിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു സെഷൻ 1ൽ 3 സെക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് മാത്സും റീസണിങ്ങും ആണ് വരുന്നത്. നമ്മുടെ മാത്സും അതുപോലെ തന്നെ റീസണിങ്ങും ആണ് നമുക്ക് വരുന്നത്. രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ഇംഗ്ലീഷും അതുപോലെ തന്നെ നമ്മുടെ ജനറൽ അവയർനെസ്സും ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4 ഏരിയ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇത് എവിടെയും ഉണ്ടായിരുന്നു, നമ്മുടെ Tier 1 ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ Tier 1 പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, Tier 2 ഈ ഒരു ഏരിയ കൂടി ഇതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം. എന്താണ് അതിനുശേഷം നമുക്ക് അഡീഷണൽ വരുന്നത് എന്താണ്, നമുക്കിവിടെ വരുന്ന അഡീഷണൽ വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ നോളേജ് എന്ന് പറയുന്ന ഒരു ചെറിയ സെഷൻ എക്സ്ട്രാ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മാർക്ക് അല്ലെങ്കിൽ വെയിറ്റേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും നമ്മുടെ മാത്സിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ, റീസണിങ്ങിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ, മൊത്തം 60 ക്വസ്റ്റ്യൻ. ഇവിടെ മാർക്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നേരത്തെ ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ചായിരുന്നു Tier 1 ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നെഗറ്റീവ് അറിഞ്ഞിരിക്കണം. നമ്മുടെ Tier 1 എക്സാമിന് നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് 0.5 ആണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മൊത്തം മാർക്കിൻ്റെ 1/4 ഓക്കെ എന്ന് പറയുമ്പോൾ 2 മാർക്കിൻ്റെ 1/4 0.5. പക്ഷേ ഇവിടെ വരുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് റൈറ്റ് ആൻസറിന് 3 മാർക്കാണെങ്കിൽ നമ്മൾ തെറ്റിക്കുന്ന ആൻസറിന് 1 മാർക്കായിരിക്കും നമുക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മൊത്തം മാർക്കിൻ്റെ 1/3 ആവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കവിടെ എന്താ പറയുക ഗസ് വർക്ക് ചെയ്യാനോ അങ്ങനെയുള്ള റിസ്ക് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ തെറ്റുവാണെങ്കിൽ ഒരുപാട് മാർക്ക് പോകും. കമ്പയർ ടു Tier 1 Tier 2 കൂടുതൽ മാർക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും ഗസ് വർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന 3 മാർക്ക് വെച്ചായതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ മാത്രം 60 ക്വസ്റ്റ്യൻ 3 മാർക്ക് വെച്ച് 180 മാർക്ക് വരും. ആൻഡ് ആ ഒരു ഏരിയ മാത്രം എഴുതാൻ നമുക്ക് 1 മണിക്കൂർ ടൈമാണ് ഉള്ളത്. രണ്ടാമത്തെ ഇതിലേക്ക് വരുമ്പോഴും നമുക്കവിടെ ഇംഗ്ലീഷിൽ 45 ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ GSൽ 25 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ അവിടെ ആ ക്വസ്റ്റിൻ്റെ വെയിറ്റേജിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 70 ക്വസ്റ്റ്യൻസ് 3 മാർക്ക് വെച്ച് 210 മാർക്കാണ് നമുക്ക് അവിടെ നിന്ന് വരുന്നത്. സോ അതും നമുക്ക് എഴുതാൻ വേണ്ടി 1 മണിക്കൂറാണ് അലോട്ട് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ നോളജ്, ഇവിടെ നമുക്ക് Tier 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ Tier 2 വരുന്ന അഡീഷണൽ ഒരു സംഭവം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നോളജ് മാത്രമാണ്. നമുക്ക് അവിടുന്ന് ജസ്റ്റ് ഒരു 20 ക്വസ്റ്റിനേ വരത്തുള്ളൂ. പക്ഷേ ഓരോ ക്വസ്റ്റിനും ക്യാരി ചെയ്യുന്ന 3 മാർക്ക് വെച്ചാണ്, നെഗറ്റീവ് അവിടെയും ഉണ്ട്. ആൻഡ് നമുക്ക് അവിടെ ആ ഒരു 20 ക്വസ്റ്റിനെ എഴുതാൻ വേണ്ടി നമുക്ക് തരുന്ന സമയം 15 മിനിറ്റ് ആണ്. അങ്ങനെ നമുക്ക് 1 മണിക്കൂർ 15 മിനിറ്റ്, അങ്ങനെയാണ് നമ്മുടെ ഈ സെഷൻ 1ന് 2.25 മണിക്കൂർ നമുക്ക് ടൈം വരുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എക്സാം നടക്കുന്ന സമയത്ത് ഇത്രയുമാണ് നടക്കുന്നതെങ്കിലും നമ്മുടെ ആ ഒരു ഫൈനൽ റിസൾട്ടിന് വേണ്ടി നമ്മുടെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു മാർക്ക് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 180 നമ്മുടെ ഈ 210 മാത്രമായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 390 നമുക്ക് അവിടുത്തെ ടോട്ടൽ മാർക്ക് വരുന്നത്. നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ക്വാളിഫൈ ആയാൽ മാത്രം മതി, ഇവിടുത്തെ മാർക്ക് എടുക്കത്തില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഏരിയ ക്വാളിഫൈ ആയില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയ നമുക്കിനി എത്ര മാർക്ക് ഉണ്ടെങ്കിലും, ഈവൻ ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മളെ കൺസിഡർ ചെയ്യത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഒരു കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുവാണ്, നമുക്കിവിടെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇൻ കേസ് ഒരു 40 മാർക്കാണെങ്കിൽ നമുക്കിവിടെ 39 ആണ് കിട്ടുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഡിസ്ക്വാളിഫൈ ആവും. നമുക്കിവിടെ 390ൽ 390 ഉണ്ടെങ്കിൽ പോലും നമ്മളെ എന്ത് ചെയ്യത്തില്ല, അവിടെ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ജസ്റ്റ് ക്വാളിഫയിങ് ആണെങ്കിലും ഇവിടെ ക്വാളിഫൈ ആകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ക്വാളിഫയിങ്ങിന് ഒരു പ്രത്യേകിച്ച് ഒരു മാർക്ക് പറയുന്നില്ല. അവിടെ ഒരു എന്താ പറയുക, ആ ഒരു മാർക്ക് എത്രയാണ് എന്നുള്ളത് SSC ആണ് ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു എക്സാമിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ലൈക്ക് അവിടെ 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 12 ക്വസ്റ്റ്യൻ 13 ക്വസ്റ്റ്യൻ എന്നൊരു കൗണ്ട് ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കൗണ്ട് വിചാരിച്ച് പോകില്ല. അത്യാവശ്യം നല്ലപോലെ അറിയാവുന്ന ഒരു 15 to 17 ഒക്കെ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും നിങ്ങളത് ക്ലിയർ ആകുമെന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ ഈ ഒരു ഏരിയ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ ഫൈനൽ ലിസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ. ആൻഡ് ലാസ്റ്റിൽ നമുക്കൊരു സ്കിൽ ടെസ്റ്റ് കൂടി വരുന്നുണ്ട്. അതാണ് നമ്മുടെ സെഷൻ 2 എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു ചെറിയ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഡാറ്റ എൻട്രിയുടെ ടാസ്ക് കാണും. നമുക്കത് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ്, നമ്മൾ ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രം മതി. അതിന് നമുക്ക് 15 മിനിറ്റാണ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 എക്സാംസ് ആണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത്. ഇതിൽ ആദ്യത്തെ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ സമയത്തായിരിക്കും നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട Tier 2 ഡിസംബറിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 എക്സാംസ് മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ ഒരു ഓവറോൾ പാറ്റേൺ എന്ന് പറയുന്നത്, നെഗറ്റീവും അങ്ങനെയുള്ള കാര്യങ്ങളും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു ഐഡിയ കിട്ടി എന്താണ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി, എന്തൊക്കെ സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. നമുക്ക് അടുത്ത നമ്മൾ ഈ പറഞ്ഞ സബ്ജക്ട്സിലേക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം, നമുക്ക് അതിൻ്റെ സിലബസ് നല്ലപോലെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് സിലബസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കാണാൻ പറ്റും. അതുകൂടാതെ നോട്ടിഫിക്കേഷനും അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ സബ്ജക്ട്സിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ Tier 1നും Tier 2നും ഒരേപോലെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഇത്. നമ്മൾ Tier 1നും അതുപോലെ തന്നെ നമ്മുടെ Tier 2നും ഈ ഒരു ഏരിയ കോമൺ ആണ്. നമുക്ക് എന്തുമാത്രമാണ് അഡീഷണൽ Tier 2ന് വേണ്ടി പഠിക്കാനുള്ളത്, ഈ ഒരു ഏരിയ മാത്രമാണ് Tier 2ന് വേണ്ടി അഡീഷണൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ Tier 1നും Tier 2 കൂടി ചേർത്ത് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ Tier 1 പഠിക്കുമ്പോൾ തന്നെ Tier 2 കൂടി കവർ ചെയ്ത് പോകും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കമ്പ്യൂട്ടർ നോളജ് ചെറിയ സമയം മാറ്റി വെച്ച് ഒരു ഹാഫ് ആൻ അവറോ ഒക്കെ മാറ്റി വെച്ച്, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഹാഫ് ആൻ അവർ ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ആൻഡ് വൺസ് നിങ്ങളുടെ ആ ഒരു Tier 1 എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കമ്പ്യൂട്ടർ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓൾറെഡി നിങ്ങൾ എന്ത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ഒരു 4 ഏരിയ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ഏരിയാസിനെ Tier 1 Tier 2യുടെ ഏരിയാസ് കൂടി Tier 1ൻ്റെ കൂടെ തന്നെ കവർ ചെയ്ത് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് സിലബസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ കാര്യമാണ് നമുക്കിനി പ്രിപ്പയർ ചെയ്യാൻ എത്രത്തോളം സമയമുണ്ട് എന്നുള്ളത്. ബിക്കോസ് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഏകദേശം എത്ര സമയമുണ്ട് നിങ്ങൾക്കറിയാം. നമുക്ക് ഇപ്പം ജൂലൈ ആണ്. അപ്പോൾ നമുക്ക് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ
നമുക്ക് എക്സാം മോസ്റ്റ്ലി നമുക്ക് സെപ്റ്റംബർ ലാസ്റ്റോടെ ഒക്ടോബറിലായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റഫ്ലി പറയുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 months ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രോപ്പർലി പറയുവാണെങ്കിൽ നമുക്കൊരു 75 to 80 days ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. 75 to 80 days നമ്മൾ ഏറ്റവും മിനിമം പിടിക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം പിടിക്കുവാണെങ്കിൽ 75 to 80 days ആണ് നമുക്ക് പ്രിപ്പറേഷന് വേണ്ടി ഇനി ശരിക്കും ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു 75 to 80 days നിങ്ങളൊന്ന് നല്ലപോലെ ഫോക്കസ് ചെയ്ത് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനൊക്കെ വെച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ ഏരിയസ് മൊത്തം കവർ ചെയ്യാനും നമ്മുടെ Tier 1 ജസ്റ്റ് ക്വാളിഫയിങ് ആണ്. നമുക്ക് അവിടെ ഇപ്പോൾ എത്ര സ്കോർ ചെയ്യുന്നു എന്നുള്ളതിൽ കാര്യമില്ല, നമ്മൾ ജസ്റ്റ് ക്ലിയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അത് ഫോക്കസ് ചെയ്താൽ മതി. ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ എഫോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ മാത്രം നമ്മൾ ശ്രമിക്കുക. കട്ട് ഓഫ് ക്ലിയർ ആണെങ്കിൽ ഏകദേശം എത്ര മാർക്ക് വേണമെന്നൊരു ഐഡിയ വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ ഇനി പഠിക്കാനുള്ള നമ്പർ ഓഫ് ഡേയ്സ് ഈ ഒരു കൗണ്ട് നിങ്ങൾ മറക്കല്ല. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നോ യുവർ ടാർഗറ്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ നമുക്ക് എത്ര കിട്ടിയാൽ ക്ലിയർ ആകും. സിമ്പിളാണ്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്, കഴിഞ്ഞ വർഷത്ത് നമ്മൾ 2023 കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ 150 അല്ലെങ്കിൽ 151 ആയിരുന്നു. 150 പോയിന്റ് ആയിരുന്നു, 151 എന്ന് പറയാം നമുക്ക്. അപ്പോൾ കഴിഞ്ഞ വർഷം 2023 കട്ട് ഓഫ് 150 ആയിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം കഴിഞ്ഞ വർഷം വേക്കൻസി കുറവായിരുന്നു. നമ്മുടെ 2022 നമ്മുടെ ഈ ഒരു ഇപ്പം നടക്കുന്ന എക്സാമിൻ്റെ ആ ഒരു പാറ്റേണിലേക്ക് നമ്മൾ ശരിക്കും വരുന്ന 2022 തൊട്ടാണ്. അതിന് മുമ്പ് വേറൊരു പാറ്റേണിലായിരുന്നു എക്സാം നടന്നുകൊണ്ടിരുന്നത്. Tier 1 സെയിം ആയിരുന്നു, Tier 2 ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. നമുക്ക് 2022 ഒരു നമുക്ക് അവിടുത്തെ ഒരു കട്ട് ഓഫ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ 114 പോയിന്റ് സംതിങ് ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. 2023 നമുക്ക് എത്രയായിരുന്നു? 150 ആയിരുന്നു. അപ്പോൾ അതിന് മെയിൻ റീസൺ, ഇത്രയും ചെറിയൊരു കട്ട് ഓഫ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്ന ആവശ്യം എക്സാം കുറച്ചുകൂടി എളുപ്പമായിരുന്നു, പാറ്റേൺ മാറിയ ഒരു സമയമായിരുന്നു. അത് കൂടാതെ ആ സമയത്ത് വേക്കൻസി വളരെ ഹ്യൂജ് ആയിരുന്നു. ഓൾമോസ്റ്റ് 35,000+ വേക്കൻസീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തവണ 35,000 ഇല്ലെങ്കിലും അതിൻ്റെ പകുതി ഓൾമോസ്റ്റ് ഒരു 17,727 സംതിങ് ആണ് നമ്മുടെ വേക്കൻസി വന്നത്. ഓൾമോസ്റ്റ് 18,000. അപ്പോൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വേക്കൻസിയുടെ ഏകദേശം പകുതി. അപ്പോൾ പക്ഷേ എന്നാൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വേക്കൻസി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2.5 തൊട്ട് 3 ഇരട്ടി വേക്കൻസി ഈ വർഷം ഉണ്ട്. ഓക്കെ, അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയോടെയാണ് ഈ വർഷം എക്സാം എഴുതുന്നവർക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു കട്ട് ഓഫ് ഏകദേശം എത്ര വരുമായിരിക്കും? സോ മോസ്റ്റ്ലി നമ്മുടെ ഈ കട്ട് ഓഫ് ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ നമുക്ക് ആ കട്ട് ഓഫ് കൂടുതലും വരാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു 130 to 145 ഇടയ്ക്കൊക്കെ ആയിട്ടായിരിക്കും കട്ട് ഓഫ് വരുന്നത്. 130 to 145 ഇടയ്ക്കും. പക്ഷേ സ്റ്റിൽ നമ്മളുടെ ഒരു ടാർഗറ്റ്, ഓക്കെ, നമ്മൾ ഈ മോക്കൊക്കെ ചെയ്യുന്ന സമയത്തായാലും ശരി, നമ്മൾ ഒരു സാധാരണ പറയുന്ന സേഫ് സ്കോർ എന്നൊക്കെ പറയുന്ന ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു 150+ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്താണ്? ആ ഒരു ടാർഗറ്റ് സ്കോർ റീച്ച് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക, ചിലർ 20 മോക്ക് ചെയ്യുമ്പോൾ റീച്ച് ആവും, ചിലർ 50 ആയിരിക്കും ചെയ്യുമ്പോഴായിരിക്കും റീച്ച് ആവുന്നത്, ചിലർ 100 150 മോക്കൊക്കെ ചെയ്യുമ്പോഴായിരിക്കും റീച്ച് ആവുന്നത്. പക്ഷേ നിങ്ങളത് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ടിൽ നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് വരെ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ആ ഒരു സ്കോർ കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്തുക എന്നുള്ളതാണ്. എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മോക്ക് ചെയ്താലും എവിടെ നിന്ന് ചെയ്താലും 150+ വരണം. ആ രീതിയിലേക്ക് നിങ്ങൾ റീച്ച് ചെയ്യാൻ നോക്കുക. അപ്പം സിമ്പിളാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എത്ര മോക്ക് ഞാൻ ചെയ്യണം എക്സാമിന് 50 ആണോ, ഒരു ദിവസം എത്ര എണ്ണം ചെയ്യണം എന്നൊക്കെ പല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സിമ്പിളാണ്. ഒരു ദിവസം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എത്ര മോക്ക് ചെയ്യണം എന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ സിമ്പിളാണ്. എപ്പോൾ നിങ്ങളുടെ സ്കോർ 150+ കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഏതെങ്കിലും ഒരു മോക്കിൽ 150 അല്ല, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏത് എഴുതിയാലും 150+ വരുന്ന ഒരു പോയിന്റിലേക്ക് റീച്ച് ആവുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് പറയാം? ഞാൻ ആ പോയിന്റ് റീച്ചായി, ഞാൻ എന്തായാലും എക്സാം ക്ലിയർ ആവും, എനിക്ക് Tier 2 എക്സാമിന് വേണ്ടി ഇനി നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. Tier 1 എന്തായാലും ഞാൻ ക്ലിയർ ആവും, Tier 1 ക്ലിയർ ആയാൽ മതി, അവിടുത്തെ സ്കോർ എന്തായാലും നമുക്ക് Tier 2 ആവശ്യമില്ല. സോ ആ ഒരു രീതിയിൽ ടാർഗറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ നിങ്ങളുടെ ഒരു ടാർഗറ്റ് മറക്കണ്ട, 150+ ആണ് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. 150 ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എക്സാമിൽ ഈ പറഞ്ഞ സ്കോറിലേക്കൊക്കെ എത്തണമെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പേരും ഈ ഒരു ടൈം അലോട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം 1 മണിക്കൂറാണ്, നമുക്ക് 4 ഏരിയാസ് ആണുള്ളത്, അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റ് വെച്ച് നമുക്ക് എല്ലാത്തിനും കൊടുത്തേക്കാം എന്നൊരു ആംഗിളിലൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനല്ല, നമ്മൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മൾ എങ്ങനെയാണ് എക്സാമിൽ ചെന്നിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാമിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ ഒരു ഏരിയ നമ്മൾ എഴുതാൻ വേണ്ടി അവിടെ കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റാണ്. നമ്മളത് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട സമയം 5 മിനിറ്റുകളും കൂടുതൽ കൊടുക്കുകയേ വേണ്ട. ബിക്കോസ് നമുക്ക് പേനയും പേപ്പറും എടുക്കേണ്ട, ക്വസ്റ്റ്യൻ വായിക്കുക, അറിയാമെങ്കിൽ ആൻസർ മാർക്കുക, അറിയത്തില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഓക്കെ, എഗെയിൻ അവിടെയും 15 മിനിറ്റ് ഒന്നും കൊടുക്കല്ല. അവിടെയും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 10 to 12 മിനിറ്റ്സ് ആണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എഗെയിൻ നമ്മൾ ജനറൽ ഇൻ്റലിജൻസിലേക്ക് വരുവാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. അവിടെ മാത്രമാണ് നമ്മൾ കറക്റ്റ് 15 മിനിറ്റ്സ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 4 സബ്ജക്റ്റ് 60 മിനിറ്റ് 1/4 എന്ന് പറയുമ്പോൾ 15 മിനിറ്റ് എന്നൊരു ആംഗിൾ വരുമ്പോൾ അത് കൊടുക്കുന്നത് നമ്മൾ അവിടെ മാത്രമാണ് കറക്റ്റായിട്ട് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് SSC എക്സാംസിൽ എഴുതി ചെയ്യേണ്ട ഒരു ഏരിയ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് നമുക്ക് സമയം കൂടുതലെടുക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ഇതിന് വേണ്ടി കൊടുക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ മാക്സിമം ടൈം എന്ന് പറഞ്ഞാൽ 20 തൊട്ട് 25 മിനിറ്റാണ് നിങ്ങൾ മാക്സിമം കൊടുക്കേണ്ട ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമാണ് നിങ്ങളുടെ മോക്ക് ചെയ്യുമ്പോൾ തന്നെ ഫ്രം ദ വെരി ബിഗിനിങ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത്, നിങ്ങൾ എക്സാം തുടങ്ങുമ്പം നിങ്ങൾ റീസണിങ് എഴുതുവാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഒരു 18 ക്വസ്റ്റിനെ തീർത്തോളൂ. ആ 18 അവിടെ നിർത്തുക. അടുത്ത ടൈം ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്തൊരു സെക്കൻഡ് ആകുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ടോപ്പിക്കിലേക്ക് അടുത്ത ഏരിയയിലേക്ക് പോവുക. എഗെയിൻ നിങ്ങൾ ജനറൽ അവയർനെസ്സിൽ പോയി നിങ്ങൾ അവിടെ ഒരു 5 മിനിറ്റോടെ നിങ്ങൾ 21 ക്വസ്റ്റിനെ ചെയ്തോളൂ. ആ 21 ക്വസ്റ്റിനിൽ നിർത്തുക, ബാക്കി 4 ക്വസ്റ്റിൻ അവിടെ വിടുക, അടുത്ത ഏരിയയിലേക്ക് പോകാം. ബിക്കോസ് നമ്മൾ ചിലപ്പം ഇനി ഒരു 4 ക്വസ്റ്റിൻ കൂടി ഉള്ളൂ, നമ്മളത് ചെയ്തിട്ട് അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുന്ന ഒരു ടൈം നമ്മൾ തെറ്റിക്കുമ്പോൾ ബാക്കിയുള്ള ഏരിയാസിലെല്ലാം ടൈം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം എഴുതാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഏരിയ നമുക്ക് മിസ്സായിപ്പോവും. സോ അത് വരാൻ പാടില്ല. നമ്മൾ എത്ര ക്വസ്റ്റൻ ആണോ ഒരു ഏരിയയിൽ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് അവിടെ വരെ മാത്രം ചെയ്യുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. അവസാന സമയം ഉള്ള ടൈമിൽ വന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ചെയ്യുക. ആൻഡ് അത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ റീസണിങ് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു 15 മിനിറ്റ് കൊണ്ട് 18 ക്വസ്റ്റിനെ ചെയ്യത്തുള്ളൂ. പക്ഷേ അത് അടുത്ത വട്ടം നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. ഇതുവഴിയാണ് പ്രാക്ടീസ് ചെയ്ത് എഴുതി നമ്മൾ ഈ പറയുന്ന 15 മിനിറ്റിൻ്റെ അകത്തേക്ക് നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആ റീസണിൻ്റെ ഏരിയ കൊണ്ടുവരുന്നത്. അതേപോലെ ഓരോ ഏരിയാസ് നമ്മൾ ഈ ഒരു ടൈം ലിമിറ്റിലേക്ക് കൊണ്ടുവരുന്നത് ആ ഒരു രീതിയിലാണ് കൊണ്ടുവരുന്നത്. സോ ഇത് വിത്ത് പ്രാക്ടീസ് നടക്കത്തുള്ളൂ. നമ്മൾ ആദ്യം എഴുതുന്ന മോക്കിലോ രണ്ടാമത് എഴുതുന്ന മോക്കിലോ ഇത് ശരിയാവത്തില്ല. ചിലപ്പോൾ നമ്മൾ 40ാമത്തെ 50ാമത്തെ മോക്ക് എഴുതുമ്പോഴായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ടൈം മാനേജ്മെൻറ്റ് പതുക്കെ ശരിയായി വരാൻ തുടങ്ങുന്നത്. അതിനുശേഷവും സ്റ്റിൽ നമ്മൾ അക്യുറസിയും സ്പീഡും പിന്നെയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. സോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കൺസിസ്റ്റൻറ്റ് സ്കോർ എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് റീച്ച് ആവേണ്ടത്. ഇതിനുശേഷം ഫൈനലി നമ്മുടെ ലാസ്റ്റ് പ്രിപ്പറേഷൻ. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ ഓരോ ദിവസം എന്ത് പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് നേരത്തെ വെബിനാർസിലും യൂട്യൂബ് ചാനൽ വഴി നേരത്തെ നമ്മൾ 2 months മുമ്പേ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതിനൊരു സ്റ്റഡി പ്ലാൻ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ നേരത്തെ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ അതിൻ്റെ ഒരു കംപ്ലീറ്റ് PDF നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത്. ഇനി ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ എൻട്രി മിഷൻ CGL 2024-2025 ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ ഇവിടെ ഹ്യൂജ് വേക്കൻസി വളരെ നല്ല സാലറിയിലുള്ള പോസ്റ്റുകളുമാണ് വരുന്നത്. ജസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്തുമാത്രം മതി, ഗ്രാജുവേഷൻ മാത്രം മതി. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ അവർക്കൊക്കെ വേണ്ടി ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ ഒരു ബാച്ചിലേക്ക് വരുമ്പോൾ നമുക്കവിടെ റെക്കോർഡ് ക്ലാസ്സസ് കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ ആപ്പിൽ തന്നെ കാണും. നിങ്ങൾക്കത് ഡെയിലി നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആപ്പിൽ അപ്ലോഡ് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കത് കാണാം. അതിനുശേഷം നിങ്ങൾക്കവിടെ ഇതേ ക്ലാസ്സിൻ്റെ മുകളിൽ അഡ്വാൻസ് ലൈവ് പ്രാക്ടീസ് സെഷൻസ് കാണും. അപ്പോൾ ആ ഒരു ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസോടെ പ്രാക്ടീസ് ചെയ്യുക. ഇത് കൂടാതെ നിങ്ങൾക്ക് പിന്നെയും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെൻറ്റേഴ്സ് ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇത് കൂടാതെ നമുക്കവിടെ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ആ ടോപ്പിക്സിൻ്റെ മേലുള്ള മോക്ക് ടെസ്റ്റുകളും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം വഴി നിങ്ങൾ ഒരു കറക്റ്റായിട്ട് ഒരു 3 മാസം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളത് കൂടാതെ തന്നെ ഇപ്പം വരാനിരിക്കുന്ന CGL മാത്രമല്ല, നിങ്ങൾക്കറിയാം MTS വരുന്നുണ്ട്, NTPC എക്സാംസ് വരുന്നുണ്ട്. സോ ഈ ഒരു എക്സാമിലെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ട് ചെയ്തു പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ട്. തുടങ്ങുന്നവർക്ക് എന്തൊക്കെയാണ് മൈൻഡിൽ വെക്കേണ്ടത്, എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ വരെ എത്തിക്കുന്നതായിരിക്കും ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി. സോ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനി അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സെഷൻസിൽ കൂടുതൽ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.